Good morning to all. എല്ലാ കുട്ടികൾക്കും ബോസ് ആൻഡ് രാജീവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ആയിരിക്കുകയാണ്. 10ാം ക്ലാസ് റിസൾട്ട് ഉടനെ വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ +1 പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹയർ സ്റ്റഡീസിന് വേണ്ടി +1 പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ 10ാം ക്ലാസ് വരെ നമ്മൾ 10 സബ്ജക്റ്റുകളാണ് പഠിച്ചിരുന്നത്. എന്നാൽ +1 നമ്മൾ 6 സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. +1 6 സബ്ജക്റ്റ്, +2 6 സബ്ജക്റ്റ്. അങ്ങനെ +1 600 മാർക്ക്, +2 600 മാർക്ക്, അങ്ങനെ നമുക്ക് 1200 മാർക്കിനാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിൽ 2 വർഷവും നമുക്ക് പരീക്ഷ ഉണ്ട്. 2 വർഷവും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ തുടർന്നുള്ള പഠനത്തിന് നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. 2 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്: ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്. അപ്പം അതിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകൾക്ക് കോമണായി വരുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സബ്ജക്റ്റിൻ്റെ പേര് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിലെ 8, 9, 10 ക്ലാസ്സുകളുടെ ജോഗ്രഫി ടെസ്റ്റിൻ്റെ ബേക്ക് വശത്തായിട്ട് നിങ്ങൾ എക്കണോമിക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്കണോമിക്സ് എന്താണെന്ന് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം. എന്തിനെ കുറിച്ചുള്ള പഠനമായിരിക്കും? അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമായിരിക്കും. അപ്പോൾ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് പറയാം, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ ധനം, സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠനം. അപ്പോൾ വെൽത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ധനത്തെ സംബന്ധിച്ചിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകൾക്ക്, 2 ഗ്രൂപ്പുകൾക്കും ഈ സബ്ജക്റ്റ് പഠിക്കാണ്. ഓക്കെ. ബാക്കിയുള്ള ഹ്യൂമാനിറ്റീസുകാർ പിന്നെ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലുള്ള സബ്ജക്റ്റുകൾ അവിടെ പഠിക്കുന്നു. കൊമേഴ്സുകാർ ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. പിന്നെ സ്കൂളിൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സ്കൂളിനനുസരിച്ചായിരിക്കും പിന്നെ ഓരോ ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, പിന്നെ മാത്സ് ഉണ്ട്. അത് ഓരോ സ്കൂളിനെയും നിങ്ങൾക്ക് കിട്ടുന്ന അഡ്മിഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കും. കിളിമാനൂർ HS ആണെങ്കിൽ മാത്സ് കൊമേഴ്സ് ആണ്. RRVയിലൊക്കെ ആണെങ്കിൽ RRVയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പൊളിറ്റിക്കൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ കൊമേഴ്സ് അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഓരോ സബ്ജക്റ്റും ഓപ്ഷൻ വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ 2 കാര്യങ്ങളാണ്, 2 പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകവും, മറ്റൊന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു പുസ്തകം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, എക്കണോമിക്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് 2നും 2 പരീക്ഷ അല്ല വരുന്നത്. 2ഉം കൂടി എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് 80 മാർക്കിനായിട്ടാണ് പരീക്ഷ നമുക്ക് ചോദിക്കുന്നത്, പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് 80 മാർക്കിനാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. 20 മാർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് എന്ന് പറയുന്ന CE എന്നൊക്കെ പറഞ്ഞിട്ട് 20 മാർക്ക് അങ്ങനെ പോകും. 2 വർഷം കൂടെ CE 6 സബ്ജക്റ്റ് വെച്ച് CE 120 അങ്ങനെ 240 മാർക്കാണ് CE ആയിട്ട് പോകുന്നത്. ബാക്കി 80 മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് 1200 മാർക്കിനാണ്, 1200-നാണ് നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് 1773 എക്കണോമിക്സിന്റെ ഫാദറായിട്ടുള്ള ആഡം സ്മിത്ത് എന്ന് പറയുന്ന ആള് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിന്റെ പേര് ദ നേച്ചർ ആൻഡ് ദ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് പുസ്തകത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. അപ്പം അത്രയും പറയാൻ പറ്റിയില്ലെങ്കിലും വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുക. വെൽത്ത് ഓഫ് നേഷൻ.
അപ്പൊ 1773 പബ്ലിഷ് ചെയ്തിട്ടുള്ള വെൽത്ത് ഓഫ് നേഷൻ അഥവാ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തോട് കൂടിയിട്ടാണ് എക്കണോമിക്സിന് സിസ്റ്റമാറ്റിക്കായ ഒരു പഠനം നിലവിൽ വരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിന് മുൻപ് സാമ്പത്തിക ശാസ്ത്രം ഇല്ലായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ സാമ്പത്തിക ശാസ്ത്രത്തെ ഒരു പ്രത്യേക ശാസ്ത്ര വിഭാഗമായിട്ടൊന്നും നമ്മൾ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അതിനെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കപ്പെട്ടിരുന്നത് 1773 ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടു കൂടിയിട്ടാണ്. അപ്പൊ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്ത് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആഡം സ്മിത്ത് എന്ന് പറയുക. അദ്ദേഹം പബ്ലിഷ് ചെയ്ത പുസ്തകം ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1773 അപ്പൊ അതിനുശേഷമാണ് എക്കണോമിക്സ് ഒരു പ്രത്യേക ശാസ്ത്ര വിഭാഗമായൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. ഇതൊരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു നിർവചനമായിട്ട് പറയാം. ഒരാൾ ചോദിക്കുകയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, ഇനി അത് മാത്രമാണോ സാമ്പത്തിക ശാസ്ത്രം? 1773 സാമ്പത്തിക ശാസ്ത്രം രൂപപ്പെട്ട് ഇന്നേ വരെ അല്ലെങ്കിൽ ഇത്രയും കാലമായപ്പോൾ അത് വെൽത്തിനെ കുറിച്ച് മാത്രമാണോ സാമ്പത്തിക ശാസ്ത്രം ഡിസ്കസ് ചെയ്യുന്നത്? അല്ല, മറ്റൊരുപാട് മേഖലകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ വന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രൊഡക്ഷൻ എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൊഡക്ഷൻ, ഉൽപാദനം എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേരാണ് അതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് വ്യവസായ യൂണിറ്റുകൾ, അതായത് ഇൻഡസ്ട്രികൾ, ഫേമുകൾ വഴിയാണ് ഈ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ പ്രൊഡക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക, ആ ടൈം ഓർത്തിരിക്കുക, പ്രൊഡക്ഷൻ. ഇനി പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കണ്ടേ? അപ്പൊ ആ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ കേട്ടിട്ടുണ്ടോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക. അപ്പൊ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ആരുടെ കൈകളിലേക്ക് എത്തണം? ജനങ്ങളുടെ കയ്യിലേക്ക് എത്തണം. അപ്പൊ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെടണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഉൽപാദനമായി, വിതരണമായി. അപ്പൊ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ജനങ്ങൾ ഉപയോഗിക്കും. അപ്പൊ ജനങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് കൺസംഷൻ എന്ന് പറയും. കൺസംഷൻ. കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോഗം. ജനങ്ങള് നമ്മളിപ്പോ തിന്നുന്നതായാലും കുടിക്കുന്നതായാലും ഉടുക്കുന്നതായാലും ഇങ്ങനെയൊക്കെ നമ്മൾ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല കൺസംഷനകത്ത് വരുന്നത്. അപ്പൊ പ്രൊഡക്ഷനായി, ഉൽപാദനമായി, ഡിസ്ട്രിബ്യൂഷൻ വിതരണമായി, കൺസംഷൻ ഉപഭോഗമായി. ഇനി നമ്മളൊരു കാര്യം കൂടെ ചെയ്യും, എക്സ്ചേഞ്ച് എന്ന് പറയും. എക്സ്ചേഞ്ച് അതായത് വിനിമയം എന്ന് പറയും. വിനിമയം. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇന്ന് നമ്മൾ ആധുനിക ലോകത്ത് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഉൽപാദനമുണ്ട്, വിതരണമുണ്ട്, ഉപഭോഗമുണ്ട്, വിനിമയമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലോകത്ത് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ശാസ്ത്ര വിഭാഗം ആദ്യം വെൽത്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നെങ്കിലും കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോ, അപ്പൊ ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദനം, ഉപഭോഗം, പിന്നെ വിതരണം, വിനിമയം പോലുള്ള കാര്യങ്ങളെല്ലാം കൂടി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമായി. അപ്പൊ നമുക്ക് പറയാം സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല ഇത് പ്രതിപാദിക്കുന്നത്, പകരം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? ഈ പറയുന്ന കാര്യങ്ങളെയും കൂടി എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എക്കണോമിക്സിൽ ഇതിനെ പറയുന്ന പേരാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസ്.
എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി എക്കണോമിക്സ് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ, അഥവാ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കൂടി പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് നോട്ട് ഓൺലി ദ വെൽത്ത് ബട്ട് ആൾസോ ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പൊ എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. ആ ഡെഫിനിഷൻ പറയാം. എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഡെഫിനിഷൻ പറയാം. ഒപ്പം ഏതും കൂടി പറയണം. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഓൺലി ദ സ്റ്റഡി ഓഫ് വെൽത്ത് ബട്ട് ആൾസോ ദ സ്റ്റഡി ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച്, എക്സെട്ര. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുമല്ലോ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തില് ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം പുറത്തിറങ്ങിയ വർഷം 1773. ആ പുസ്തകത്തിന്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ്. ഇനി എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? വെൽത്തിനെ കുറിച്ചുള്ള പഠനമാണ്. വെൽത്ത് മാത്രമാണോ ഇനി അതിനകത്ത് വരുന്നത്? അല്ല, മറ്റു കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേര് എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പൊ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഉൽപാദനം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ വിതരണം, കൺസംഷൻ ഉപഭോഗം, എക്സ്ചേഞ്ച് വിനിമയം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ സബ്ജക്റ്റിനകത്തേക്ക് വരാം. സബ്ജക്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത് എക്കണോമിക്സ് ഉണ്ട്, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. ഈ രണ്ട് പുസ്തകങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടിനും രണ്ട് പരീക്ഷ അല്ല നടത്തുന്ന, ഒറ്റ പരീക്ഷ തന്നെയാണ്, പക്ഷെ രണ്ട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് എക്കണോമിക്സിനകത്ത് ഒരു 10 യൂണിറ്റും സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്ക് 9 യൂണിറ്റുകളുമാണ് പഠിക്കാനുള്ളത്. എക്കണോമിക്സിൽ നിന്ന് 10 യൂണിറ്റുകളും സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നിന്ന് 9 യൂണിറ്റുകൾ. അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനേഷൻ എഴുതുമ്പോൾ 19 യൂണിറ്റുകൾ പഠിച്ചുകൊണ്ട് വേണം പോവാൻ എക്കണോമിക്സിന്. ഓക്കെ, അപ്പൊ അത് ആ 19 യൂണിറ്റുകളിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് ഏതെങ്കിലുമൊക്കെ 2-3 സെന്റൻസുകൾ നിങ്ങൾക്ക് അറിയോ? എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും? ഓക്കെ, നമുക്ക് പറയാം, വലിപ്പത്തിൽ 7ാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ. ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ പോവർട്ടി അനുഭവിക്കുന്ന ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെയൊക്കെ കുറേ സാലിയന്റ് ഫീച്ചേഴ്സുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ സവിശേഷതകൾ നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ എക്കോണമി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതൽ തന്നെ നമ്മളെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് അഗ്രേറിയൻ എക്കോണമിയാണ്. അഗ്രേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ നമ്മളെ സെക്ടേഴ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ എന്ന് പറയും. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്കൻഡറി സെക്ടർ അഥവാ മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് പറയും. മൂന്നാമത്തേനെ നമ്മൾ ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖല എന്ന പേരിൽ അറിയപ്പെടും, അതായത് സർവീസ് സെക്ടർ എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി എന്ന് പറയുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട സെക്ടേഴ്സുകളുണ്ട്. അതിൽ നമ്മളെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനം നേടിക്കൊണ്ടിരുന്നത്, ദേശീയ വരുമാനം എന്ന് പറയുന്നത് എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റാണ്. ദേശീയ വരുമാനം, നാഷണൽ ഇൻകം എന്ന് നമ്മൾ പറയും. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തെ നമ്മൾ പറയുന്ന പേരാണ് ദേശീയ വരുമാനം. നമ്മൾ 2ാം വർഷം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ പറയും. ഇപ്പൊ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും ഇന്ത്യ കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടാക്കിയിരുന്നത് ഏതിൽ നിന്നാണ്? പ്രൈമറി സെക്ടറായ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. എന്നാൽ അഗ്രികൾച്ചർ സെക്ടർ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, പൂർണ്ണമായിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് ഒരിക്കലും എക്കണോമിക് ഗ്രോത്ത് പോലുള്ള സാമ്പത്തിക വികസനം പോലുള്ള കാര്യങ്ങളൊന്നും ഒരു രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്കും സർവീസ് സെക്ടറിലേക്കും ഒക്കെ നമ്മൾ
പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ എക്കോണമി എടുത്ത് നോക്കുമ്പോൾ അഗ്രികൾച്ചർ സെക്ടറുടെ എണ്ണം വളരെ, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഇൻഡസ്ട്രി സർവീസ് സെക്ടറിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്യുവർലി ആൻ അഗ്രേറിയൻ എക്കോണമി. അഗ്രേറിയൻ എക്കോണമി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ നിന്നാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയിരുന്നത്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, എല്ലാ ജനങ്ങളും സമ്പാദിച്ചിരുന്നത് ഔട്ട് ഓഫ് ദെയർ ഇൻകം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദെയർ എൻറ്റയർ ഇൻകം, അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ മുഴുവൻ ഭാഗവും എന്തിൽ നിന്നായിരുന്നു? ഇൻ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്നായിരുന്നു. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, നേരിട്ടോ അല്ലാതെയോ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് കാർഷിക മേഖലയിൽ പ്രധാനമായിട്ടും വരുന്നത് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഈ അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഫിഷിംഗ് ആവാം, മൈനിങ് ആവാം, കോറിയിങ് ആവാം, അനിമൽ ഹസ്ബൻഡറി, അതുപോലുള്ള കാര്യങ്ങളെല്ലാമാണ് പ്രൈമറി ഈ സെക്ടറിന്റെ അലൈഡ് ആക്ടിവിറ്റീസിനകത്ത് വരുന്നത്. നമുക്ക് അങ്ങോട്ടുള്ള ചാപ്റ്ററിനകത്ത് വളരെ വിശദമായിട്ട് ഈ ഓരോ മേഖലകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, സർവീസ് സെക്ടറാണ്. അപ്പോൾ ഈ മൂന്ന് മേഖലയിൽ നിന്നാണ്, ഇതിനെയാണ് നമ്മൾ സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി എന്ന് പറയുന്നത്. മറന്നുപോകരുത്, സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി അതിൽ ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഒന്ന് പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. രണ്ടാമത്തെ മേഖല സെക്കൻഡറി സെക്ടർ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്ന ടെറിഷറി സെക്ടർ. ടെറിഷറി സെക്ടർ തൃതീയ മേഖല. ഇപ്പൊ ഏറ്റവും കൂടുതൽ തൃതീയ മേഖലയിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനമൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 തീയതിയാണ്. അപ്പൊ അതിനു മുന്നേ വരെ നമ്മളെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഭരിച്ചിരുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഭരിച്ചിരുന്നത്. എന്നാണ് ബ്രിട്ടീഷുകാരോട് വന്നത്? AD 1600. AD 1600 വന്ന ബ്രിട്ടീഷുകാർ വന്നു. ആദ്യം വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ 1857 അന്ന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടുള്ള ആധിപത്യം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേടുകയുണ്ടായി. അതിനുശേഷം 1857 മുതൽ 1947 വരെ ഉള്ള 200 വർഷങ്ങൾ, അതായത് 2 സെഞ്ചുറികൾ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ ഭരിച്ചിരുന്നത്. അപ്പൊ ആ ബ്രിട്ടീഷുകാരുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യ ലബ്ധി കാലത്ത് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്, ട്രേഡ്, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസിൽ നമ്മളെ ഇന്ത്യൻ എക്കോണമിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. 1950 നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യ റിപ്പബ്ലിക്കായി. ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ 50 മുതൽ 1990 വരെയുള്ള നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ എക്കോണമി 1950-1990 എന്നാണ് ആ ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന പേര്. അതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അതിൽ നമ്മൾ പ്യൂറായിട്ട് നമ്മളെ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന പ്ലാനിംഗ് പോലുള്ള വ്യവസ്ഥകളെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പ്രതിപാദിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് 1991 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും അദ്ദേഹത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ചില കാതലായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തി. ആ മാറ്റങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയും. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് LPG എന്ന് പറയും. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ 1991 സംഭവിച്ചു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പോവർട്ടി. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് നാലാമത്തെ ചാപ്റ്റർ. 5ലേക്ക് വരുമ്പോൾ നമ്മൾ
ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യ മൂലധന സ്വരൂപണം ഇന്ത്യയിൽ എപ്രകാരമൊക്കെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ വികസനം കൈവരിക്കുന്ന റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് കഴിഞ്ഞ് നമ്മളെ എംപ്ലോയ്മെന്റ് സെക്ടറിനെ പരിചയപ്പെടുത്തുന്ന ചാപ്റ്റർ. അത് കഴിഞ്ഞ് നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ചാപ്റ്റർ. പിന്നെ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നമ്മളെ ഉൽപാദന മേഖലകളൊക്കെ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ കൂടി നമ്മൾ പരിഗണിക്കണം. അതിനെ ബേസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. ലാസ്റ്റ് യൂണിറ്റ് നമ്മളിപ്പോൾ തന്നെ നമുക്ക് ചൈനയുടെ കേസൊക്കെ നമ്മൾ ഈ അടുത്ത് പറഞ്ഞില്ലേ, നമ്മൾ ചൈനയൊക്കെ നമ്മളെ ഏറ്റവും അടുത്ത അയൽ രാജ്യമാണ്. അപ്പോൾ അയൽ രാജ്യമായി നിലനിൽക്കെ തന്നെ നമ്മളെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ സൈനികർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഏൽപ്പിച്ച ഒരു സംഭവം നിങ്ങൾ ഈ അടുത്ത കാലത്ത് ടിവിയിലൂടെയൊക്കെ അറിഞ്ഞില്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ബോയ്കോട്ട് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് പോയി. ചൈന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ പലതും ഉപയോഗിച്ചില്ല. നമ്മൾ മൊബൈൽ ഫോണിൽ ടിക്ടോക്ക് പോലുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നതൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പം നമ്മൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ 3 സമ്പദ് വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ ആൻഡ് ഹെർ നൈബറിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയും. ഇന്ത്യയും അവരുടെ അയൽ രാജ്യങ്ങളും തമ്മിലുള്ള വികസനാനുഭവം. ഇങ്ങനെ 10 യൂണിറ്റുകളാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. ഇനി ബിസിനസ് അതായത് എക്കണോമിക്സ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ്റെ ഒരു ചാപ്റ്റർ. പിന്നെ നമ്മൾക്കറിയാലോ, നമ്മൾ പറയുമല്ലോ വലിപ്പത്തിൽ 7ാം സ്ഥാനമുള്ള രാജ്യമാണ്, ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാം സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളത്തിന് 1ാം സ്ഥാനമാണ് എന്നൊക്കെ ഉള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കളക്ഷൻ ഓഫ് ഡേറ്റ. പിന്നെ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ പ്രസന്റ് ചെയ്യുന്നു. അതുവരെ ആകുമ്പോഴത്തേക്ക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാനൊക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ മാത്തമാറ്റിക്സ്, അതായത് ഇതിനെയൊക്കെ നമ്മൾ ഒരു കുട്ടികളുടെയൊക്കെ ആവറേജും മറ്റു കാര്യങ്ങളും മാർക്കിന്റെ ആവറേജും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സിമ്പിൾ പ്രോബ്ലം ഏരിയയിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ കേന്ദ്രീകൃത പ്രവണതകൾ എന്ന് പറയും. നെക്സ്റ്റ് ഡിസ്പേർഷൻ, കോറിലേഷൻ. ഇതെല്ലാം 3 യൂണിറ്റുകളും മാത്തമാറ്റിക്കൽ പ്രോബ്ലം വരുന്ന ഏരിയയാണ്. സിമ്പിൾ പ്രോബ്ലംസിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസിലാണ് 3 ഒരേപോലെ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, എക്കോണമിയുടെ പൾസൊക്കെ നമ്മൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ അതെന്തിനാണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ പ്രോജക്റ്റൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു രീതിയെ സംബന്ധിച്ച്, പ്രോജക്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ വർഷം മുതൽ പ്രോജക്റ്റൊക്കെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. കഴിഞ്ഞതിനൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നതൊക്കെ അവർ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി തരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വർഷം മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. പ്രോജക്റ്റൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫൈൻഡിങ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, ഇതിൻ്റെ പ്രോബ്ലം ഏരിയ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ് ബേസിക് ടൂൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രോജക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ടേക്കൻ ടു മേക്ക് എ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. അത് ഒരു ചെറിയ ചാപ്റ്ററാണ്. അത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്കണോമിക്സ് ആൻഡ് സ്ട്രാറ്റജീസിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഇത്രയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്ററിനകത്തുള്ള ഓരോ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, പരീക്ഷയ്ക്ക് വേണ്ടുന്ന എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പരീക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത യൂണിറ്റിൽ നമുക്ക് പരിചയപ്പെടാം.